പ്രത്യേക സ്റ്റോറിയാണ്. പ്രത്യേക സാഹചര്യത്തിൽ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു. അർജുനും ഉണ്ടായി സപ്ലി ആ ടൈമിൽ. പക്ഷെ അർജുന ആ ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലതവണ. പക്ഷെ അർജുന എന്നെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അതിനൊരു ചെറിയ കാര്യം പോലും മനസ്സിലിരിക്കൂല. എല്ലാം ഞങ്ങൾക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു ക്ലാസ് മിസ്സിന്റെ വക. അപ്പൊ ഗൂഗിൾ മീറ്റില് ഇങ്ങനെ ഇന്ന പോലെ മിസ് എക്സാമിന്റെ കാര്യം പറഞ്ഞപ്പോ അർജുൻ ഗൂഗിൾ മീറ്റിൽ കയറി. അപ്പൊ അർജുന് അറിയില്ല നാളെയാണ് പരീക്ഷ. അപ്പൊ അർജുൻ പറഞ്ഞു എന്താ മിസ്സേ എന്നാ പരീക്ഷ എന്ന് വെച്ചപ്പോ നാളെയാണ്. അപ്പൊ അർജുൻ ചൂടായി മിസ്സിന്റെ അടുത്ത്. എന്താണ് എന്റെ അടുത്ത് പറയാതിരുന്നേന്നും പറഞ്ഞ് ചൂടായി. അപ്പൊ എനിക്കപ്പൊ സങ്കടം തോന്നിട്ടാ. വീട്ടിൽ വന്നപ്പോ തന്നെ അർജുന്റെ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ അമ്മ പറഞ്ഞു മൈൻഡൊന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എന്നെ മനസ്സിലായില്ലേ, ഞാൻ അരിച്ചേന്റെ ഫ്രണ്ടാണ്, ഞാൻ വേറെ ഒന്നിനും വല്ല മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് തന്നെ കുറച്ച് നോട്ട്സ് ഉണ്ടെങ്കിൽ തരുമോന്ന് ചോദിച്ചു. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ തോറ്റു, ഇനി മേഴ്സി ചാൻസ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ സന്തോഷമുണ്ട് വിഷമമുണ്ട്. സന്തോഷം കല്യാണമല്ലേ. പിന്നെ അച്ഛനോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അച്ഛനെപ്പോഴത്തെ ഒരാൾ വേണമെന്നാണ് പറയണത്. അതുപോലെ അർജുനും അതെ, രാശിയുടെ പോലെ സ്നേഹമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. പുറത്തിറങ്ങി നിന്നാ മതി, തന്നാ മതി എന്ന് പറഞ്ഞു. ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് പുറത്ത് വന്ന് സാധനം കൊടുത്തപ്പോ എനിക്കൊരു 5 മിഠായി തന്നിട്ടായിരുന്നു, ചോക്ലേറ്റ്. അത് കഴിഞ്ഞ് ഒരു 2-3 days കഴിഞ്ഞപ്പോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കും ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയൂല എന്നുള്ള തീരുമാനമായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ അടുത്തും പറഞ്ഞു. അച്ഛൻ ഫുഡ് കഴിച്ചിട്ടുണ്ടപ്പോ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്കൊരു ചെറിയ ഇഷ്ടമൊക്കെ വരുന്നുണ്ടായി, അറിഞ്ഞൂടാ എന്താന്ന് അറിഞ്ഞൂടെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇപ്പൊ ഒന്നിക്കാൻ പോണേണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ദ്രാണി അമ്മൻ പാദ